തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് കുമരംപുത്തൂർ പഞ്ചായത്തിൽ ചരിത്രം തിരുത്തുമോ? UDF-ൽ ഭിന്നത, സ്ഥാനാർത്ഥി നിർണയം പോലും പ്രതിസന്ധിയിൽ. 30 വർഷത്തെ കിട്ടാക്കനി പിടിച്ചെടുക്കാൻ ഐക്യത്തോടെ LDF. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരാനിരിക്കെ കുമരംപുത്തൂർ ഗ്രാമപഞ്ചായത്ത് വീണ്ടും ശ്രദ്ധാകേന്ദ്രമാവുകയാണ്. CPM-നും CPI-ക്കും ശക്തമായ വേരോട്ടമുള്ള പഞ്ചായത്താണ് കുമരംപുത്തൂർ. എങ്കിലും 3 പതിറ്റാണ്ടായി അധികാരം കൈയാളുന്നത് UDF ആണ്. ഈ ചരിത്രപരമായ വൈരുദ്ധ്യം നിലനിൽക്കെ UDF പാളയത്തിൽ ഇപ്പോൾ ഐക്യമില്ലായ്മയുടെ കരിനിഴൽ വീണിരിക്കുകയാണ്. 30 വർഷമായി കിട്ടാക്കനിയായി നിലനിൽക്കുന്ന ഭരണം പിടിച്ചെടുക്കാൻ ഐക്യത്തോടെ വന്ന LDF-ന് ഇത് സുവർണാവസരമാകുന്നു. കഴിഞ്ഞ 30 വർഷം UDF-ന് ഭരണം നിലനിർത്താൻ കഴിഞ്ഞതിന്റെ പ്രധാന കാരണം അവരുടെ വികസന നേട്ടങ്ങളെക്കാൾ LDF പാളയത്തിലെ സ്ഥിരമായ ആഭ്യന്തര പ്രശ്നങ്ങളായിരുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. കഴിഞ്ഞ ഒരു തിരഞ്ഞെടുപ്പിൽ UDF-ലെ തന്നെ അനൈക്യം കാരണം മുസ്ലിം ലീഗും കോൺഗ്രസും പരസ്പരം മത്സരിച്ചിട്ടും LDF-ന് ഭരണം പിടിച്ചെടുക്കാൻ കഴിഞ്ഞില്ല. ആ ഘട്ടത്തിലും UDF അധികാരം നിലനിർത്തുകയായിരുന്നു. ഓരോ തിരഞ്ഞെടുപ്പ് ഘട്ടത്തിലും CPI-യും CPM-ഉം തമ്മിലുള്ള പ്രശ്നങ്ങളും CPI-ൽ തന്നെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളും ചില നേതാക്കളുടെ രാഷ്ട്രീയ ചാഞ്ചാട്ടങ്ങളും അവസാനമായി CPM-ൽ തന്നെ രൂപപ്പെട്ടു വന്നിരുന്ന വിഭാഗീയതയും കൂടിയായപ്പോൾ LDF-ന് തുടർച്ചയായി ഭരണനഷ്ടമുണ്ടാക്കി. LDF-ലെ ഈ ആഭ്യന്തര കലഹങ്ങളെയും അനൈക്യങ്ങളെയും സമർത്ഥമായി മുതലെടുത്താണ് UDF 30 വർഷം തുടർച്ചയായി അധികാരത്തിൽ തുടർന്നത്. രാഷ്ട്രീയത്തിനതീതമായി ജനസ്വീകാര്യതയുള്ള ഒരു ജനപ്രതിനിധിയുടെ വിജയം CPM-ന് ഏറെ സ്വാധീനമുണ്ടായിരുന്ന അക്കിപ്പാടം പയ്യനടം വാർഡുകൾ പിടിച്ചെടുക്കുകയും CPM-ന്റെ കുത്തക രീതികളെ തകർക്കുകയും ചെയ്തു. ഈ വിജയം UDF-ന് ഒരു സീറ്റിന്റെ വരെ ബലത്തിൽ ഭരണം നിലനിർത്താൻ സഹായിച്ചു. പഞ്ചായത്ത് ഭരണം നിലനിർത്തുന്നതിൽ UDF-ൽ നിർണായക സ്വാധീനമുള്ള പ്രധാന ഘടക കക്ഷിയായ മുസ്ലിം ലീഗാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണം. ലീഗിനുള്ളിൽ രൂപപ്പെട്ട ആഭ്യന്തര കനൽ നേതൃത്വത്തിന് കടുത്ത വെല്ലുവിളി ഉയർത്തുന്നു. ലീഗ് നേതൃത്വത്തിന്റെ നിലപാടുകളോടും തീരുമാനങ്ങളോടും ഒരു വിഭാഗം മുഖം തിരിച്ചു നിൽക്കുകയാണ്. പുതിയ പഞ്ചായത്ത് ഓഫീസ് കെട്ടിടം ഉൾപ്പെടെയുള്ള നിരവധി വികസന നേട്ടങ്ങൾ കൈമുതലായിട്ടുണ്ടെങ്കിലും ഈ ഗ്രൂപ്പിസം കാരണം സ്ഥാനാർത്ഥി നിർണയം പോലും ആരംഭിക്കാനാവാതെ UDF നേതൃത്വം കടുത്ത ആശങ്കയിലാണ്. ഭരണം പിടിച്ചെടുക്കാൻ സാധിക്കാതെ പോയതിന്റെ പ്രധാന കാരണം ആഭ്യന്തര കലഹങ്ങളായിരുന്ന LDF ഇത്തവണ ചിത്രം മാറ്റിവരയ്ക്കുന്നു. CPM-ഉം CPI-യും തമ്മിലുള്ള ഭിന്നതകൾ മാറ്റിവെച്ച് വളരെ നേരത്തെ തന്നെ ഒറ്റക്കെട്ടായി പ്രവർത്തനങ്ങളിലേക്ക് കടന്നിരിക്കുന്നു. UDF-ലെ ഈ ആഭ്യന്തര വിള്ളലുകൾ മുതലെടുത്ത് 30 വർഷമായി കിട്ടാക്കനിയായി നിലനിൽക്കുന്ന ഭരണം പിടിച്ചെടുക്കാനുള്ള സുവർണ അവസരമായിട്ടാണ് LDF ഇതിനെ കാണുന്നത്. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരാൻ ദിവസങ്ങൾ ബാക്കി നിൽക്കെ UDF-ലെ അനൈക്യവും LDF-ലെ ഐക്യവും കുമരംപുത്തൂരിലെ രാഷ്ട്രീയ ചിത്രം ഇത്തവണ തിരുത്തിയെഴുതപ്പെടുമോ എന്ന് കാത്തിരുന്ന് കാണാം. ന്യൂസ് ഡെസ്ക്, കുമരംപുത്തൂർ ന്യൂസ്.